നമസ്കാരം. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ പാർലമെന്റ് വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. ലോക്സഭയായാലും രാജ്യസഭയാണെങ്കിലും അവ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അവയിൽ ജനാധിപത്യപരമായ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചർച്ചയിൽ നിന്നും നല്ല നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും അവ എല്ലാവർക്കും പരമാവധി പേർക്ക് പരമാവധി രീതിയിൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തപ്പെടുകയും വേണം. ജനങ്ങളുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യപ്പെടണം, അതിന് മറുപടികൾ ലഭിക്കപ്പെടണം. നാം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പ്ലാനിങ്ങുകളും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എവിടെ വരെ പുരോഗതി ഉണ്ടായിട്ട് തുടങ്ങിയ ഒരു അവയുടെ അസസ്മെന്റ് തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലമാണ് പാർലമെന്റ്. എന്നാൽ ഇന്നലെ അവസാനിച്ച നമ്മുടെ ഇരു സഭകളുടെയും ശൈത്യകാല സമ്മേളനത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് സാമാന്യമായിട്ട് വാർത്താ മാധ്യമങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ മാതൃഭൂമിയിൽ അത് ഒന്നുകൂടി പറയുന്നുണ്ട്. ലോക്സഭ സമ്മേളിച്ചത് 62 മണിക്കൂർ. നവംബർ 20 ആരംഭിച്ച് വെള്ളിയാഴ്ച വരെ നീണ്ടുനിന്ന സമ്മേളനത്തിൽ ലോക്സഭ സമ്മേളിച്ചത് 62 മണിക്കൂർ. രാജ്യസഭയിൽ 19 സിറ്റിംഗിനിടെ സമ്മേളിച്ചത് 46 മണിക്കൂർ 27 മിനിറ്റ് മാത്രം. ലോക്സഭയിൽ 5 ബില്ലുകൾ അവതരിപ്പിച്ചു, 4 ബില്ലുകൾ പാസ്സാക്കി. രാജ്യസഭ 3 ബില്ലുകൾ പാസ്സാക്കി. ഇനി പ്രൊഡക്ടിവിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 54.5% ആയിരുന്നു ലോക്സഭയുടെ അവേഴ്സ് വെച്ചിട്ട് പ്രൊഡക്ടിവിറ്റി പെർസെൻറ്റേജ്. രാജ്യസഭയിൽ അത് പിന്നെയും 40% താഴുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചോദ്യോത്തരവേള പല ദിവസങ്ങളിലും നടന്നിട്ടേയില്ല. കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കറിയാലോ എന്താ നടക്കുന്നത് എന്നുള്ളത്. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഇത് ആദ്യമായിട്ടല്ല, അവസാനമായിട്ടുമല്ല. ഇതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതൊരു ദുഃഖകരമായ ഒരു സത്യമാണ്. ഇതിൽ നമ്മൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ് അതിനെ ഒരാളുടെ തലയിൽ അങ്ങോട്ട് വെച്ച് കിട്ടും. നിങ്ങൾ അങ്ങനെയല്ലേ. ഒരു വ്യക്തി മറുവ്യക്തി, ഒരു പാർട്ടി മറുപാർട്ടി, ഒരു സംഘടന മറുസംഘടന പ്രശ്നമാക്കി അതിനെ ലഘൂകരിച്ച് ചുരുക്കി അതിന് ഇമ്പോർട്ടൻസ് ചോർത്തി കളയുക. അങ്ങനെ ഒരു സംഘടനയും മറ്റു സംഘടനയും നമ്മൾ പ്രശ്നമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ തല്ലി തീർത്തോളും. കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു പാർട്ടിക്കാരെയോ ഒരു വിഭാഗക്കാരെയോ മാത്രം കുറ്റപ്പെടുന്നത് ശരിയുമല്ല, അതിൽ അർത്ഥവുമില്ല, അല്ലെ? മുൻപ് മറുഭാഗം പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പല കാര്യങ്ങൾ, അദാനി വിഷയം, സോറോസ് വിഷയം, പിന്നെ അംബേദ്കർ കമന്റ്, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രപ്റ്റ് ചെയ്യുക, സഭ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുക, ഫിസിക്കലായിട്ടുള്ള കയ്യേറ്റങ്ങളിലേക്ക് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തും. എത്ര പരിതാപകരമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പാർലമെന്റ് പ്രവർത്തനമാണ്, നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനമാണ് ഈ കാണുന്നത്. ഇത് എത്ര മോശമാണെന്നുള്ളൊരു ചിന്ത ഇവർക്കാർക്കും ഇല്ലേ? അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്ക് ഈ ചിന്ത ഇല്ലേ? നമ്മൾ എത്ര പേരുടെ മനസ്സിൽ കൂടി ഈ ചിന്ത കടന്നു പോകുന്നുണ്ട്? ഇതാണോ നമ്മൾ അർഹിക്കുന്നത് എന്നൊരു വശത്ത് നമുക്ക് ചോദിക്കാം. മറുവശത്ത് ഇത്രയും നമ്മൾ അർഹിക്കുന്നുള്ളൂ എന്നും ചോദിക്കാം. കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ കുറച്ചുകൂടി പ്രതികരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതികരിക്കാന്ന് വെച്ചാൽ ഉടനെ കൊടിയെടുത്ത് തെരുവിലിറങ്ങണം നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരുപാട് ഹാൻഡിലുകളുണ്ട് നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കാനായിട്ട്. അവിടെയൊക്കെ നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ദിസ് ഇസ് നോട്ട് ഓക്കെ വിത്ത് മീ ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ദിസ് ഇസ് മൈ ഹാർഡ് ഏൺ മണി ബീങ് സ്പെൻഡ്, ദിസ് ഇസ് മൈ കൺട്രീസ് ഫ്യൂച്ചർ ദാറ്റ്സ് ബീങ് റെസ്റ്റിംഗ് ഓൺ ദ പാർലമെന്റ്, സോ ദിസ് ഇസ് നോട്ട് ഓക്കെ ഫോർ മീ എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. അവിടെ പാർട്ടി പക്ഷഭേദങ്ങളൊന്നും തന്നെ ബാധകമല്ല. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവണം. രാഷ്ട്രീയവാദമല്ല ഒന്നിനെ പരിഹാരം. പക്ഷേ ചില പൊതുകാര്യങ്ങളിലെങ്കിലും നമുക്ക് ഒരേ അഭിപ്രായം വേണം. ഈ സഭകളുടെ പ്രവർത്തനം ഇങ്ങനെ തടസ്സപ്പെടുന്നതും അതിന് വളരെ കുറഞ്ഞ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതും രാജ്യത്തിന് ഒരു രീതിയിലും നല്ലതല്ല. നിയമങ്ങൾ ചർച്ച കൂടാതെ പാസ്സാക്കപ്പെടുന്നത് നല്ലതല്ല. കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാത്തത് നല്ലതല്ല. ചില സമയത്ത് പ്രവർത്തനം കാണുമ്പോൾ ആർക്കും ഇതൊന്ന് നേരാവണ്ണം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്ന് തോന്നിപ്പോയാലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഒറ്റയടിക്കുള്ള സൊല്യൂഷൻസ് ഒന്നുമില്ല. ഇതിനൊരു കൺസെൻസസ് വേണം. കൺസെൻസസ് വേണമെങ്കിൽ പാർട്ടികളും നേതാക്കളും ഒക്കെ തന്നെ ആദ്യം സ്വയം തീരുമാനിക്കണം. അവരെങ്ങനെ സ്വയം തീരുമാനിക്കും? ഇത് ശരിയല്ല എന്ന് അവർക്കൊരു ബോധം തോന്നി അവരെല്ലാവരും സ്വയം കറക്റ്റ് എന്ന് വിചാരിക്കുന്നത് വളരെ അൺറിയലിസ്റ്റിക്കലി ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആണ്. സോ നമുക്കിടയിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധം വേണം. ദിസ് ഇസ് നോട്ട് ഓക്കെ ഫോർ മീ എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം, അല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയെങ്കിലും 5 പേരോടെങ്കിലും ഇത് പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം. ഫോർ മീ ദിസ് ഇസ് നോട്ട് ഓക്കെ. ഇങ്ങനെയല്ല പാർലമെന്റ് നടക്കേണ്ടത്. അവിടെ നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. അല്ലാതെ കൊച്ചുപിള്ളേർ തല്ലുകൂടുന്ന മാതിരി തല്ലുകൊണ്ടമാരെന്ന് പറയാൻ പാടില്ല. കാര്യം പിള്ളേർ അപ്പോഴത്തെ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി വഴക്കൂടിയാലും പെട്ടെന്ന് തീർക്കും. സോ ഞാൻ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് കുട്ടികളോട് ചെയ്യുന്ന നീതികേടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. വെറുതെ വഴക്കുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അലമ്പാക്കുക, അങ്ങനത്തെ ഒരു രീതിയാണ് കാണുന്നത്. ഇത് ഏത് രീതിയിലുള്ള ഒരു
ഒരു പ്രതിപക്ഷ ബഹുമാനമാണത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഏത് രീതിയിലുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ജനപ്രതിനിധികളും ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മാറണം. ഇനിയടുത്ത കാലത്തെങ്കിലും ഇതിന് മാറ്റം വരണം. ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പാർട്ടി ഭേദമന്യേ ഇതിലൊരു എതിർപ്പ് വന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും മാറ്റം വരാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉള്ളൂ. വ്യത്യാസങ്ങളുണ്ടാവും, അവ ചർച്ച ചെയ്യണം. നമുക്ക് ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യാൻ ഫിസിക്കലി പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു മെത്തേഡൊന്നുമല്ല, വേറെ ഒരുപാട് രീതികളുണ്ട്. ഫിസിക്കലി പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോൾ ചർച്ചകൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിയുന്നില്ല. മൊത്തത്തിലൊരു ബഹളമായി കഴിഞ്ഞാൽ അവിടെ ദ ക്വസ്റ്റ്യൻസ് ഗെറ്റ് സങ്കൺ. സോ അതല്ല വേണ്ടത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ചകളാണ് വേണ്ടതെങ്കിൽ അതിന് പ്രൈമറി ആയിട്ട് വേണ്ടത് സഭ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടാതെ നമ്മുടെ നേതാക്കളും നമ്മുടെ പാർട്ടികളും ഇതൊന്ന് തിരുത്താൻ തയ്യാറാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാദ്യം നമ്മൾ ജനങ്ങളെ കുറച്ചുകൂടി ബോധവാന്മാരാകണം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്. ജസ്റ്റ് ലൈക്ക് മെനി അതർ തിങ്സ്, ജസ്റ്റ് ലൈക്ക് നെപ്പോട്ടിസം, ജസ്റ്റ് ലൈക്ക് കറപ്ഷൻ, യു ഷുഡ് സേ ബിഗ് നോ ടു ഓൾ ദോസ് തിങ്സ്. ഇതിന് നമുക്ക് പാർട്ടി പക്ഷഭേദം ഒന്നുമില്ല. ഇത്തരം കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ചൊരു അഭിപ്രായം പറയാൻ തയ്യാറായാലേ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരാനുള്ള ഒരു സാധ്യത തുടങ്ങുകയെങ്കിലും ഉള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ഇനി നമുക്ക് ഇനി വേറെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അത് സങ്കടകരമാണ്. ഈ ലോക്സഭാ രാജ്യസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സത്യസന്ധമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളോട് വാട്ട് ആർ യു എക്സ്പെക്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങളായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്, അല്ലേ? ഇന്ന വിഷയമാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വാട്ട് എവർ ബി ദ റീസൺ, ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കും ഫിസിക്കലായിട്ട് ഇതിലേക്ക് വരെ എത്തലും വളരെ ചെറിയ സമ്മേളന സമയം, ലോ പ്രൊഡക്ടിവിറ്റി റേറ്റ് കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഞാനും വിചാരിച്ചിരുന്നു എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചത്. അടുത്ത തവണയും ഇതാണ് സംഭവിക്കാൻ സാധ്യത. വിഷയങ്ങൾ മാറി മറിഞ്ഞ് വന്നേക്കാം, പക്ഷേ ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുക. ദിസ് ഇസ് നോട്ട് ഓക്കെ, ദിസ് ഇസ് നോട്ട് ഫെയർ, ദിസ് ഇസ് പത്തറ്റിക്. ലെറ്റ് മീ റിപ്പീറ്റ്, ദിസ് ഇസ് പത്തറ്റിക്. ഇത് പറയാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഇത് പറയാനും ചിന്തിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം അടുത്ത തവണയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇത്രേ പറയാം.